ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് എൻ്റെ ഒരു വെക്കേഷൻ മെമ്മറീസ്, അതായത് വെക്കേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, അങ്ങനെ പെസഹ വ്യാഴത്തിന് ഞങ്ങൾ തന്നെ പെസഹാപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം നമുക്കാരും കൊണ്ടുതരില്ല, നമ്മളങ്ങനെ കൊണ്ടുതരും നോക്കിയിട്ട് നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ നമ്മൾ തന്നെ പെസഹാപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അത് കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓക്കെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനുശേഷം ചിറ്റൂർ പോകാനായിട്ടുള്ള ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പതിവിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത്തവണ ചിറ്റൂർ പോകുന്നത് ഗുഡ് ഫ്രൈഡേക്കാണ്. കാരണം ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാര്യം, നമ്മൾ വിഷുവിനാണ് യൂഷ്വലി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ എന്തോ വിഷു മൺഡേ ആയിരുന്നത് കൊണ്ടും ലൈക്ക് അവിടെ വിഷു ഇല്ലാതിരുന്നത് കൊണ്ടും അങ്ങനെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഗുഡ് ഫ്രൈഡേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത്തവണ ഞങ്ങൾ ചെന്ന സമയത്ത് വീട് ഫ്രഷ്ലി പെയിൻറ്റഡ് ആൻഡ് പോളിഷ്ഡ് ആയിരുന്നു. ആൻഡ് അത് വളരെ ഒരു വാം വെൽക്കമിങ് ആയിരുന്നു. സോ നിങ്ങളെ ഞാൻ വീടിൻ്റെ ട്രാൻസിഷൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. സോ ഞാൻ ഇനി ഫുഡിനെ കുറിച്ച് പറയാം. ഷീജാമ്മ ഉണ്ടാക്കിയ അപ്പവും ചിക്കൻ കറിയും ഞങ്ങളുടെ അബ്സല്യൂട്ട് ഫേവറേറ്റ് ഫുഡ്സിൽ ഒന്നാണ്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഡിലീഷ്യസ് ആസ് യൂഷ്വൽ. ലൈക്ക് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിയുന്ന സമയമായപ്പോഴേനും ലൈക്ക് പെട്ടെന്ന് വെതറും കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു കോസി അറ്റ്മോസ്ഫിയറായി. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ തോർന്നു. ഡേ 1 ഇൻ ചിറ്റൂർ കെയിം ടു ആൻ എൻഡ് വിത്ത് ആൻ അമേസിംഗ് ഡിന്നർ. ഡേ 2 ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ലൈക്ക് അപ്പുചേട്ടൻ ഞങ്ങൾ പാടത്തും അതേപോലെ തോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഭയങ്കര നല്ലൊരു റീജനുവേറ്റിംഗ് ആൻഡ് റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തോട്ടിൽ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, ഒരു കോർ ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. കുറേ അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സും ഒരു ഹേർട്ട് ഫുൾ ഓഫ് ജോയ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ ചിറ്റൂരിൽ നിന്ന് പോരുന്നത്. സോ അൺടിൽ ദ നെക്സ്റ്റ് ടൈം ഐ വിൽ ഹോൾഡ് ഓൺ ടു ലാഫർ, ലവ് ആൻഡ് മൊമെൻറ്റ്സ് ഷെയർഡ് ഹിയർ. ചിറ്റൂർ പോയിട്ട് ഞങ്ങൾ വന്നത് ഈസ്റ്റർ ഡേയിലായിരുന്നു. ആൻഡ് അതിനുശേഷം ഏകദേശം ഒരു എന്താ പറയുക, ആ വീക്കിൽ തന്നെ ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയി. അതായത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉപ്പുകണ്ടത്ത്. സോ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഫ്രൈഡേ വൈകുന്നേരം ഏകദേശം ഒരു 5:30 ആയപ്പോഴും മാമനും അപ്പച്ചിയും കൂടെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൺ അവർ വേ മീനാക്ഷി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും അപ്പച്ചിയും മീനാക്ഷിയും അമ്മനും ലൈക്ക് ആദിത്യൻ വന്നു കഴിഞ്ഞപ്പോൾ അവനൊക്കെ ആയിട്ട് കുറേ എന്താ പറയുക അമേസിങ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ചാമ്പങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ചാമ്പങ്ങ കഴിച്ചത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താ പറയുക, ചിറ്റൂർ പോലെ തന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മാംഗോസ് ഉണ്ടായിരുന്നു. അർജുൻ ഫസ്റ്റ് ടൈമാണ് ഉപ്പുകണ്ടത്ത് നിൽക്കാനായിട്ട് വരുന്നത്. സോ ഞാനിതിനു മുമ്പ് നിന്നിട്ടുണ്ട്. അവൻ പൂച്ചയുടെ ഒക്കെ കൂടെ ആയിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ആദ്യത്തെ ദിവസം മീനാക്ഷിക്ക് കോളേജിൽ പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ദെൻ ഓൾസോ നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ട് സമയം പോയി. ചൊല്ലുന്ന കാറ്റേ പൊന്നാരും ചൊല്ലുന്ന കുയിലേ
സൺഡേ വൈകുന്നേരം ഞാനും അർജുനും അപ്പച്ചിയുടെ കൂടെ ആദ്യം തന്നെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവൻ ഞങ്ങൾ വന്ന ടൈമിൽ ഉണ്ടായിരുന്നില്ല, ക്യാമ്പൊക്കെ നടക്കുമായിരുന്നു. അതിനുശേഷം അവനെ ക്യാമ്പ് കഴിഞ്ഞെത്തി അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഷാർജ ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ഫൺ ഡേ ഔട്ട്. ആൻഡ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് അപ്പച്ചി വളരെ അബ്സല്യൂട്ട്ലി റിഫ്രഷിംഗ് ആയിട്ടുള്ള മാംഗോ ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൺഡേ ആയപ്പോൾ ഞാനും അർജുനും കെയിം ബാക്ക് ഹോം വിത്ത് എ ബാഗ് ഫുൾ ഓഫ് മെമ്മറീസ്. അപ്പം അത്രേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ദിസ് ഈസ് മാസ്യൂൻ സൈജു സൈനിങ് ഓഫ്. ബൈ.